അങ്ങനെ ഒരു 50 രൂപയുടെ ജനറൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മൾ അങ്കോലയിൽ നിന്ന് കയറിയേക്കാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയ്ക്കാണ് പോണേ. നമ്മൾ ഒരു ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയാണ് പോണേ കേട്ടോ. അടിപൊളിയാണ്. പോണ വഴിക്ക് ഇങ്ങനെ നമുക്കിത് ഈ കാഴ്ച അടിപൊളിയല്ലേ, ആകാശം കടലൊക്കെ ഒരേ കളറാണ് അതിൽ. അങ്ങനെ ആലപ്പുഴ നമ്മളിത് ബോട്ട് കുറ്റിയിലെത്തി. നമ്മളിന്ന് പോണത് ആലപ്പുഴ ടു കോട്ടയാട്ടോ. നമ്മൾ ബോട്ടിലാണ് പോണേ. 2.5 മണിക്കൂർ യാത്രയുണ്ട്. 2:30ക്കാണ് ഉച്ചയ്ക്ക് അവിടുന്ന് ബോട്ട് എടുക്കണത്. ആൾക്കാർ, സായിപ്പന്മാർ, അവിടുത്തെ ചേട്ടന്മാർ എല്ലാവരും ഉണ്ട് ബോട്ടിൽ. ബോട്ട് ഫുള്ളാണ്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. പോണ വഴിക്ക് നമുക്ക് കാണാം ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ, ചൂണ്ടയിടുന്ന ചേട്ടന്മാർ. ഭയങ്കര രസമായത് കണ്ട. ഇപ്പോൾ എല്ലാ ജെട്ടിയിലും ബോട്ട് നിർത്തിട്ടു. ഇപ്പോൾ നമ്മുടെ ഈ പ്രൈവറ്റ് ബസ് ഓരോ ഷോപ്പിൽ നിർത്തുന്ന പോലെ തന്നെയാണ്. പക്ഷെ നിർത്തി ആളിറങ്ങി അപ്പം തന്നെ ടക്കേന്ന പരിപാടി പോണേ. ഇപ്പോൾ നമ്മളിതേ ഒരു മെയിൻ കായലിലൊരു സൈഡിലെത്തി കഴിഞ്ഞപ്പോൾ കണ്ടാട്ടോ. നിങ്ങൾ നോക്കിയാൽ റൈറ്റ് സൈഡിലേക്ക് ഇപ്പോൾ പയ്യെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമ്മുടെ ഈ റോഡിലൊക്കെ വണ്ടികൾ പയ്യെ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ പോകണ അത്രയും നിറഞ്ഞ് ഹൗസ് ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുക. അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ബോട്ടും ഓരോ രീതിയിലാണ് പണിതേക്കണേ. അതുകൊണ്ട് സെയിം ആയിട്ട് തോന്നില്ല, ഒരേപോലെ തോന്നില്ല എനിക്ക് കേട്ടോ. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് എൻ്റെ ഫോണിലാണെങ്കിൽ ഏറ്റവും വലിയ കിണി ചാർജ് കുറവായിരുന്നു. എൻ്റെ ഇടയിൽ നമ്മുടെ ചെക്കനെ എന്ന് ഫോട്ടോ എടുത്തിട്ട് അവൻ്റെ കണ്ണുകൊണ്ട് എന്ത് രസമാണെന്നറിയാം. ആൾ ചിരിയും ഭയങ്കര കമ്പനിയായിരുന്നു ആൾ ആ ബോട്ടിലെല്ലാവരായിട്ട്. അങ്ങനെ ചെറിയ ചങ്ങാടം, വലിയ ഹൗസ് ബോട്ട്, ഇതിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. ഒരു 2 ഹൗസ് ബോട്ട് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം പോകണം. അപ്പോൾ നമ്മുടെ ബോട്ട് അതിൻ്റെ സൈഡിൽ കൊണ്ട് എടുത്തുകൊണ്ട് പോയിട്ടുള്ളൂ ഈ സ്രാങ്ക്. അപ്പോൾ ഈ പറയാൻ വന്ന കാര്യം വിട്ടുപോയി. ഈ യാത്രയിൽ പൈസയോ ഈ പറഞ്ഞ പോലെ വലിയ സമയവും സന്ദർഭമൊക്കെ നോക്കിയിരുന്നൊന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാം കേസിലാകുന്നത് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടിപൊളി കാഴ്ചകളാണ്. ഇപ്പോൾ ഇതിലൊരു ഹൗസ് ബോട്ടിൽ കയറണമെന്നൊന്നുമില്ല. ഈ ഒരു യാത്ര കോട്ടയൊക്കെ എത്തിക്കഴിയുമ്പോൾ അടിപൊളിയാണ്.